ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു ലെമൺ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന നമ്മുടെ വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സമയം കളയാൻ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വസുമതി റൈസാണ് കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് വേവിച്ച് ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 വേവിലെടുത്ത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു 2 സബോള മീഡിയം സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇവിടെ അരിഞ്ഞ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അതുപോലെ തന്നെ 2 ഒരു വിധം മുഴുത്ത ഒരു പച്ചമുളക് ഉണ്ടായിരുന്നേ, ആ 2 ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കശുവണ്ടി വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് വേണം, അത് കഴുകി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് നമ്മുടെ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്താണ് നമ്മൾ, നെയ്യും വേണം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുപ്പിൽ തീ കത്തിച്ചാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാതെ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 2-3 സ്പൂണ് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്യ് കട്ടയായതുകൊണ്ടിട്ട് ഞാൻ എടുത്ത് അതിനകത്ത് ഇട്ടതാണ്. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിരിപ്പുണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉഴുന്ന് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഉഴുന്ന് നമുക്കൊന്ന് ഇളക്കി വലിയ പാത്രത്തിൽ വെക്കണം, കാരണം നമുക്ക് നമ്മുടെ അരിയൊക്കെ വെന്ത് വെച്ചിരിക്കുന്ന ചോറൊക്കെ നമുക്ക് ഇട്ട് ഇളക്കേണ്ട കൊണ്ട് നല്ല മുഴുത്തൊരു പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. സാധനങ്ങളുടെയൊക്കെ അളവ് നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് കൂട്ടാം കേട്ടോ. പിന്നെയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ കടല എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്, എങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഞാൻ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചോറിനകത്ത് പിന്നെ ഞാൻ ആ അരി നമ്മൾ വേവിച്ചപ്പം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചുകൊണ്ട് ഉപ്പുണ്ട് ആ ചോറിനെ. നമുക്കിനി ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സബോളയാണേ. സബോള ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ നമുക്ക് അവസാനം ചേർക്കാം. സബോള കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ. ഒന്നും കൂടെ നമുക്കിതൊന്ന് ഇളക്കാം. ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ പച്ചമുളക് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചുപ്പ്. ഒന്ന് ഇളക്കി ഇതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്ക് അപ്പം നമ്മുടെ സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങ് ചേർക്കും. തന്നെ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ മുന്തിരി നമ്മൾ അവസാനം കേട്ടോ. മുന്തിരിയും നമ്മുടെ ക്യാരറ്റും ഒക്കെ നമ്മൾ അവസാനമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളേ. ഇനി ഞാൻ ക്യാരറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. ഈ ക്യാരറ്റൊക്കെ ഇടുമ്പോൾ നല്ലൊരു കളറും ഒക്കെ നമുക്ക് കിട്ടും. നമുക്കൊന്ന് ഇളക്കി കറിവേപ്പില കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. മല്ലിയിലയൊക്കെ ഉള്ളവർക്ക് മല്ലിയിലയൊക്കെ ചേർക്കാവേ. നമുക്ക് നമ്മുടെ കറിവേപ്പില കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ ക്യാരറ്റ് ഒന്ന് ചൂടായിട്ട് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഒന്നും കൂടെ ശകലം ഒന്ന്. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറിങ്ങനെ കട്ടയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഉടച്ച് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് വാരിയിട്ടു. നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഇടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണേ. എനിക്ക് ലേശം ഉപ്പ് കുറവായതുകൊണ്ട് ഇട്ടു. ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുഴുവൻ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി ചോറ് ചൂടോടുകൂടി തന്നെ ഇതിനകത്ത് ഇടണം കേട്ടോ. ഒരുപാട് ഒന്ന് തണുത്ത് പോകാം. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചോറിലേക്ക് ഇതാ നമ്മുടെ കൂട്ടുകളെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പുളി ആയാലും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ചെറിയ നാരങ്ങ കേട്ടോ, അത് പിഴിഞ്ഞിട്ട് അതിന് നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് നമ്മുടെ നാരങ്ങ നീരെല്ലാം അടുത്തൊന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ നമ്മൾ കണ്ടമാനം ഇട്ട് ഇളക്കരുത് കേട്ടോ. ഒരു സൈഡ് കൂട്ടി പതുക്കെ നമുക്ക് ഇളക്കി കൊടുത്ത് ലേശം ഒന്നും കൂടെ ഒന്ന് ചൂടാകുന്നവരൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടോ നല്ല കളറായിട്ടില്ലേ. അപ്പം അതുപോലെ തന്നെ കളർ പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവേ.
നമ്മുടെ ലെമൺ റൈസ് ഞാൻ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ലെമൺ റൈസ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.